ഈ പ്രവാചകൻ ഒരു സാദാസീത മനുഷ്യനല്ല. ഈ പ്രവാചകന്റെ കൈതൊട്ടിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും സ്വഹാബത്ത് ഏറ്റവും ശ്രേഷ്ഠമായി കാണുകയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞുകൊണ്ട് സ്വഹാബത്ത് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പുണ്യമാക്കപ്പെട്ട മക്കയിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്ത സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, ജഅറാനയിലേക്ക് പോകണേ. ഉംറയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മീഖാത്താണ് ജഅറാന. ഉംറ ചെയ്തവരൊക്കെ ഒന്ന് കൈയുയർത്തിക്ക് എത്ര പേരുണ്ട് നോക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. എല്ലാവരുടെയും ഉംറകൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഹജ്ജുകളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ പോരായ്മകളിൽ നിന്ന് മുക്തി അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ളവർ സാധാരണ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നു പോകുന്നത് കൂടാതെ അവിടെ എത്തിയാൽ 2 ഉംറ കൂടി എല്ലാ ട്രാവൽസുകാരും ചെയ്യിക്കാറുണ്ട് സ്വാഭാവികമായി. ഒന്ന് മസ്ജിദ് ആയിഷ തനഈമിൽ പോയിക്കൊണ്ട് ഏറ്റവും അടുത്ത 10 കിലോമീറ്റർ ഉള്ളിലുള്ളതാകുന്ന സ്ഥലത്ത് പോയി മീഖാത്തിൽ പോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന്റെ വേളയിൽ ഹജ്ജ് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോ ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നബിയെ എല്ലാവർക്കും 2 കൂലി, എനിക്ക് മാത്രം 1 കൂലി. എന്താ? ഞാൻ മാത്രം ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഉംറ ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായി പോയി, പീരീഡ്സ് ആയി പോയി. നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നീ ഇപ്പോൾ വിഷമിക്കേണ്ടതില്ല, സഹോദരനാകുന്ന അബ്ദുറഹ്മാനുമായിട്ട് നീ വേഗം എങ്ങോട്ട് പോയിക്കോ, തൻഈമിൽ പോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യ് എന്ന് പറഞ്ഞ് നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അവരുടെ സഹോദരനാകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിനോടൊപ്പം ചേർത്ത് വിട്ടു. എങ്ങോട്ട്? തൻഈമിലേക്ക്. 10 കിലോമീറ്റർ മക്കയിൽ നിന്ന്. പരിശുദ്ധമായ മക്കയ്ക്ക് അടുത്തുള്ള ഏറ്റവും അടുത്ത ഹില്ല് അഥവാ ഹറമിന് വെളിയിലുള്ള പ്രവിശ്യ അതാണല്ലോ മീഖാത്ത്. അൽഹംദുലില്ലാഹ്, അവിടെ പോയി നമ്മളൊരു ഉംറ ചെയ്യും സാധാരണ പോകുന്നവർ. അത് കൂടാതെ പിന്നെ പോകുന്നതാണ് അന്ന അഫ്ളൽ ജിഹാദി ലിൽ ഉംറതി അൻ യുഹ്രിമ ബിൽ ജഅറാന. ജഅറാന എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും. വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ്. ശരിക്കും മനസ്സിലാക്കണം. ജഅറാന എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ പേരാണ്. ആ പെണ്ണിന്റെ പേര് യഥാർത്ഥത്തിൽ റൈത്ത എന്നാണ്. അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകില്ല, പറയുന്നത് കാതലായിരിക്കും. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു ആഫിയായിലും നൽകുമാറാവട്ടെ. റൈത്ത എന്നാണ് അവരുടെ ഒറിജിനൽ പേര്. അവരുടെ സ്ഥാനപ്പേരാണ് ജഅറാന. അവരെ വിളിക്കുന്ന പേരാണത് ജഅറാനത്ത് എന്ന പെണ്ണിന്റെ പേര്. ഖുർആനിൽ ആ പെണ്ണിനെ കുറിച്ച് പരാമർശമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സൂറത്തുൻ നഹ്ൽ 92-ാമത്തെ ആയത്ത് ഈ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. വലാ തകൂനൂ കല്ലതീ നഖളത അസലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. പരിശുദ്ധമായ മക്കയിൽ നിന്ന് 25 കിലോമീറ്റർ മാറിയുള്ളതാകുന്ന സ്ഥലമാണല്ലോ ജഅറാന. അവിടെ താമസിക്കുന്നതാകുന്ന ജഅറാനത്തിലുള്ള പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുതേ, ആവരുതേ. നഖളത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. നേരം വെളുക്കുമ്പോൾ സൂര്യന്റെ അരുണോദയ കിരണം കടന്നു വരുമ്പോ കയ്യിലേക്ക് തുണിയെടുക്കുന്നവരാണവർ. അത് നെയ്ത്ത് തുടങ്ങുന്നവരാണവർ. വൈകുന്നേരമാകുമ്പോ ആ നെയ്ത്തുകളെ പൊട്ടിച്ച് വലിച്ചെറിയുന്നവരാണ്. വലാ തകൂനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ പെണ്ണിനെ പോലെ ആവരുതേ, ആവരുതേ. നിങ്ങളുടെ നമസ്കാരങ്ങളും നിങ്ങളുടെ നോമ്പുകളും നിങ്ങളുടെ സകാത്തുകളും നിങ്ങളുടെ ഹജ്ജുകളും നിങ്ങളുടെ അമലുകളും നിങ്ങൾ പൊളിച്ചു കളയരുതേ. ഒരു ചെറിയതാകുന്ന പ്രവർത്തനം കൊണ്ട് പോലും അമലുകളെ നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ ആ പെണ്ണിലേക്ക് ചൂണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞത്. മനുഷ്യൻ കൊണ്ടുവരുന്ന ഒരുപാട് നന്മകളുണ്ട് ചെയ്തു വെക്കുന്നത്. ഒരു സെക്കൻഡ് മതി ഒക്കെ പൊളിയാൻ. ഉദാഹരണം, പള്ളിയിൽ വെച്ചുള്ള സംസാരം. മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു പറയുന്നു, യഹ്ബിതു അമല 30 സന. 30 വർഷത്തെ അമല് പൊളിച്ചു കളയാൻ പള്ളിയിൽ വെച്ചുള്ള ദുന്യവിയായ ഒരൊറ്റ സംസാരം കൊണ്ട് സാധിക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. 30 വർഷത്തെ അമൽ, 30 വർഷം നീ ചെയ്തതാകുന്ന അമലുകൾ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തത്, നീ ഓതിയിട്ടുള്ള മൗലിദ് പാരായണം, നീ കൊടുത്തു വീട്ടിയിട്ടുള്ള സകാത്ത്, എല്ലാം പൊളിയും.
പള്ളിയിൽ വെച്ച് ദുന്യവിയായ ഒരു സംസാരം നടത്തിയാൽ 30 വർഷത്തെ അമല് പൊളിയും. മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു വാക്കാണ്. അപ്പൊ ഈ ആയത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ ശരിയാണ്. വലാ തകൂനു കല്ലത്തി നഖലത അസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ. പ്രഭാതം മുതൽ പ്രദോഷം വരെ നൂല് നൂറ്റുകൊണ്ട് വസ്ത്രം നെയ്ത് അവസാനം വൈകുന്നേരമാകുമ്പോ ആ നൂറ്റതാകുന്ന നൂലുകളെ മുഴുവനും ഇഴകൾ മുഴുവനും പൊളിച്ചു കളഞ്ഞ് കീറിക്കളഞ്ഞ് പിച്ചി ചീന്തിക്കളയുന്ന ജഅറാനത്ത് എന്ന് പറയുന്ന പെണ്ണിനെ പോലെ വിവരദോഷിയാകുന്ന ഒരു വ്യക്തിയായി നീ മാറരുത്. നീ ചെയ്യുന്ന അമലുകളെ വളരെയേറെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് ഖുർആൻ സൂചിപ്പിക്കുക. ആ പെണ്ണിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ് സൂറത്തുൻ നഹ്ൽ 92-ാമത്തെ ആയത്ത്. ഞാൻ ആ സ്ഥലത്തെ കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു വന്നു മാത്രം. ഹുനൈൻ യുദ്ധം നടക്കുന്നത് ഹിജറയുടെ 8-ാം വർഷമാണ്. ദുൽഖഅദ 18-ന് ഒരു ബുധനാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വിജയശ്രീലാനിതരായി യുദ്ധം കഴിഞ്ഞ് ജഅറാനിൽ വന്നു. എന്തിനാ വന്നത്? ഒരു ഉംറ ചെയ്യാന്നുള്ള നിയ്യത്താണ്. തിരിച്ച് മക്കത്തോട്ട് പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ ഒരു ഉംറ ചെയ്തിട്ട് കയറാം കഅബയുടെ പരിസരത്തോട്ട്. എന്നാൽ ഇഹ്റാം ചെയ്തിട്ട് പോകാം. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്ന മീഖാത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മീഖാത്താണ് ഏത് നമ്മളിപ്പോ പറഞ്ഞ ജഅറാനത്ത്. ശരിക്കും പഠിച്ചു വെച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവിടെ വന്നു. അതിന്റെ കാരണം നബിതങ്ങൾ അവിടെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നബിതങ്ങൾ അവിടെ പറഞ്ഞത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവരുന്നുണ്ട് ഒരു ഹദീസ്. ആരെങ്കിലും ഈ ജഅറാനയിൽ നിന്ന് പോയി മക്കയിലെത്തി ഒരു ഉംറ നിർവഹിച്ചാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വീണ്ടും ചരിത്രരേഖയിൽ കാണുന്നു 300ഓളം അംബിയാ മുർസലീങ്ങൾ അതേ സ്പോട്ടിൽ വന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഉംറ ചെയ്തിട്ടുണ്ട്. 300 നബിമാർ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാധാരണ ഉംറയ്ക്ക് പോയിട്ടുള്ളവരൊന്നും സംശയിക്കണ്ട. നിങ്ങൾ അവിടെ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് ജഅറാനത്ത്. ചെറിയൊരു പള്ളിയും ഇപ്പൊ ചെറിയൊരു വാഷ്റൂമും ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ നമ്മളവിടെ മൂല്യാര് കൊണ്ടുപോയോ എന്ന് ആ ട്രാവൽസുകാരന്റെ ഹൽക്കിനൊന്ന് പിടിക്കണം എന്ന് കരുതണ്ട. സാധാരണ കൊണ്ടുപോകലുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തോടെ എത്തി. ളുഹറിന്റെ സമയം നബി തങ്ങൾ പറഞ്ഞു ബാങ്ക് കൊടുക്കേ. അപ്പൊ ഒരു സ്വഹാബി വര്യൻ ബാങ്ക് കൊടുത്തു. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലൊരു മനോഹരമായ ചരിത്രം. ബാങ്ക് മുഴക്കുമ്പോ കുറച്ച് ചെറുപ്പക്കാർ അപ്പുറത്ത് മാറി നിന്നിട്ട് ഓരിയിടുക, ഒച്ചയിടുക. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ഇന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നായ റോഡിൽ നിന്ന് ഓരിയിടും. ഒച്ചയിടുന്ന കേട്ടിട്ടില്ലേ? അതിന്റെ അതേ ശബ്ദത്തിൽ തന്നെ കൂവും. അത് അന്ന് തുടങ്ങി വെച്ച പരിപാടിയാണ്. അന്ന് ജഅറാനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിൽക്കുമ്പോൾ ഒരു സ്വഹാബി ബാങ്ക് കൊടുക്കുന്നു. 1000-ഓളം വരുന്ന സ്വഹാബത്തുണ്ട്. നബി തങ്ങൾക്കിടയിൽ അങ്ങനെ നിന്ന് ബാങ്ക് കൊടുക്കുന്നതിനിടയിൽ കുറച്ച് ചെറുപ്പക്കാര് ഒരു മലയുടെ ഭാഗത്ത് നിന്ന് ഒച്ചത്തിൽ അങ്ങോട്ട് കൂവാൻ തുടങ്ങി. കൂവെന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദത്തിൽ, ബാങ്കിനേക്കാൾ മയക്കുന്നത്. എല്ലാരും കൂടെ കൂടുമ്പോ അങ്ങനെയാണ്. 4-5 ചെറുപ്പക്കാരുണ്ട്. ഈ കൂവുന്നതൊക്കെ അവിശ്വാസികളാണ്, അമുസ്ലിമീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് വേഗം പോയി അവരെ കൊണ്ടുവന്നു. സ്വഹാബത്ത് ഇഷ്ടം പോലെ ഇല്ലേ. അപ്പൊ ഇവരാകെ പേടിച്ചു. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് പോലെയാണ്. ഇവരാകെ പേടിച്ച് തീർന്നു, ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ കാര്യം തീരാൻ പോവാൻ. മുഹമ്മദ് നമ്മളെ വധിക്കും, അവരുടെ ഭാഷയാണിത്. നമ്മുടെ കാര്യം തീർപ്പായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ ശബ്ദത്തിൽ ഒച്ചയിട്ടതാരാണ്? അപ്പോ എല്ലാവരും ഒരാളിലേക്ക് വിരൽ ചൂണ്ടി. അയാളുടെ പേരാണ് അബൂ മഹ്ദൂറ. എന്താ പേര്? അബൂ മഹ്ദൂറ. ഒന്ന് പറഞ്ഞു പഠിച്ചോളി. കാരണം ചരിത്രത്തിൽ ഇതിഹാസ പുരുഷനാണ്. നിങ്ങൾ ഇന്ന് വരെ ഈ ചരിത്രം കേട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അള്ളാഹു നാഫിയ ഇൽമ നൽകുമാറാവട്ടെ. അബൂ മഹ്ദൂറ എന്ന് പറയുന്നതാകുന്ന ഒരു വ്യക്തിയാണത്. 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം. 16 വയസ്സുള്ള കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ സമപ്രായക്കാരാകുന്ന ആളുകളാണ് അവിടെ വന്നിട്ട് ഈ ഒച്ചയ്ക്ക് കൂട്ടാനായിട്ട് അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മക്കയിലേതാകുന്ന ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം, ഞങ്ങളുടേതാകുന്ന അഹ്ലുകാരോടൊപ്പം അഥവാ മുശ്രിക്കീങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഹുനൈൻ യുദ്ധം കാണാൻ വേണ്ടി പോയവരാണ്. ഞങ്ങൾ പോയത് ഞങ്ങളുടെ വലിയ തലവന്മാര് നേതാക്കളൊക്കെ അവിടെ പോയിട്ടുണ്ട്. എന്തായാലും മുഹമ്മദിനെയും കൂട്ടാളികളെയും തറപറ്റിക്കും, ഉറപ്പായി ഞങ്ങൾ ജയിക്കും. അങ്ങനെ ചെന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ കരുതിയതുപോലെയല്ല, അമ്പയെ പരാജയം, വലിയ തോൽവി ഞങ്ങൾ ഏറ്റുവാങ്ങി. ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല. ജയിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ നിന്ന് കിട്ടുന്നതാകുന്ന യുദ്ധാനന്തര മുതലുകൾ, ആളുകൾ ഒഴിവാക്കി പോകുന്ന കുതിര, പടയെങ്കി അവരുടെ വസ്തുക്കളൊക്കെ കിട്ടും. അതങ്ങനെ വീതിക്കുമ്പോൾ അതെന്തെങ്കിലും കിട്ടുമെന്ന് കരുതി പോയതാണ്. യുദ്ധാനന്തര മുതലുമില്ല. അവസാനം ജീവൻ തടി തപ്പി വേഗം തന്നെ വിട്ടേച്ച് മുങ്ങുകയാണ്. നേരത്തെ തന്നെ മുങ്ങി തോറ്റെന്നറിഞ്ഞപ്പോ
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുങ്ങി നേരെ വന്ന് നിൽക്കുകയാണ് ജഹറാനയും. മക്കയിലോട്ട് പോകുന്ന വഴിയാണല്ലോ. ഇവിടെ അല്പനേരം വിശ്രമിച്ച് നിൽക്കുമ്പോൾ മുഹമ്മദും പരിവാരങ്ങളും വിജയശ്രീ ആരവം മുഴുക്കി തക്ബീർ മുഴക്കിക്കൊണ്ട് അങ്ങോട്ട് വരാൻ. ഇവന്മാരെന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നോക്കി ഞങ്ങളൊരു മലയുടെ ഒരു സൈഡ് നിൽക്കുമ്പോഴുണ്ട് ബാങ്ക് വിളിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ദേഷ്യം അണമുട്ടി ഒഴുകി. കാരണം ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും തോറ്റു തുന്നം പാടി, ഞങ്ങളുടെ നലവന്മാരെല്ലാവരും തോറ്റു തുന്നം പാടി, എല്ലാവരും വിഷമിച്ച് നിൽക്കാൻ. ഇവന്മാരിവിടെ വന്ന് ബാങ്ക് മുഴക്കുന്നത് കേട്ടപ്പോ ആ ദേഷ്യത്താൻ ഞങ്ങൾ ഉറക്കെ കൂവാൻ. കൂവിയപ്പോ അറസ്റ്റ് ചെയ്ത് മുന്നിലെത്തിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ചോദിച്ച ആരാ ഏറ്റവും വലിയ ഒച്ചത്തിൽ കൂവിയത്? എല്ലാവരും അബൂ മഹദൂറ പറയാൻ എന്നിലേക്ക് വിരൽ ചൂണ്ടി. എല്ലാരും പറയുന്നത് ഇവനാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ, പണി കിട്ടുമെന്ന് പോകുമ്പോ അങ്ങോട്ട് കൊടുക്കാന്നുള്ളൂ. അത് അന്നുകൊണ്ട് സ്വഭാവം ഇന്നുകൊണ്ട്. നമ്മളിൽ ഇടി കിട്ടുമെന്ന് കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് വിരൽ ചൂണ്ടി. അവസാനം അബൂ മഹദൂറ പറയാണ് എന്നെ പ്രത്യേകം മുഹമ്മദ് നബി മാറ്റി നിർത്തി. എല്ലാരോടും പറഞ്ഞു ഒരു വാക്കൊന്ന് വിളിക്കാൻ പറഞ്ഞു. ബാങ്ക് അല്ലാഹു അക്ബർ. അറസ്റ്റ് നിർത്തിയിരിക്കില്ല, പേടിച്ചിട്ട് എല്ലാരും വിളിക്കാൻ. ആദ്യത്തെ 2 വാക്ക് കഴിഞ്ഞപ്പോ തന്നെ എന്നെ ശബ്ദം നല്ല ശബ്ദമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ നിർത്തി. ബാക്കിയുള്ളവരോട് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. എല്ലാരും വെറുതെ വിടുക. അപ്പൊ എല്ലാരും മാറി നിന്നിട്ട് ഇവന് ലാസ്റ്റ് ഒരു കൈ കൊടുത്തു അബൂ മഹദൂറയ്ക്ക്. കാരണം ഇനി പരലോകത്ത് വെച്ച് കാണാം, ഇവിടുത്തെ തീർന്ന്. കാരണം ഇപ്പൊ അറസ്റ്റ് ചെയ്ത് തലവെട്ടാൻ പോവാൻ. യുദ്ധം കഴിഞ്ഞിട്ട് വന്നേക്കൽ ഏത് കോലത്തിലാണ് സമീപിക്കുക പറയാൻ പറ്റൂല. നബി തങ്ങളുടെ സ്വഭാവം അവിടെ വെച്ചാണ്, അന്നാണ് അവർ തിരിച്ചറിയാൻ പോകുന്നത്. എല്ലാവരും പോയി, തിരിച്ചുപോയി. നബിയും സഹാബത്ത് നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ പിടിച്ചവിടെ ഇരുത്തി. ഈ പയ്യനെ 16 വയസ്സുള്ള പയ്യനാണ്. അബൂ മഹദൂറ തന്നെ ഇനി പറയട്ടെ. അദ്ദേഹം പറയുന്നു എന്റെ തലയിൽ ഒരു ചെറിയ തലയെക്കെട്ടുണ്ട്. അറബികൾക്ക് അങ്ങനെയാണ്. അറബി കുട്ടികളൊക്കെ നല്ല തലയെക്കെട്ട് കെട്ടി നല്ല മൊഞ്ചാണല്ലോ കാണാൻ. വെളുത്ത് കവിളുവാണ്. ആ മക്കളെ ഇങ്ങോട്ട് തലയിലൊക്കെ കെട്ടി ഇങ്ങോട്ട് മാറ്റി നബി തലയെ വെച്ചു. താഴെ വെച്ച് കഴിയുമ്പോ നല്ല മുടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വലത് കൈയെടുത്ത് ഫമസഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടകി റഅസി, എന്റെ തല തടകി. അദ്ദേഹം പറയാം എന്നിട്ടോ 2 പ്രാവശ്യം തല തടവിയിട്ട് എന്റെ മുഖത്ത് നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് 2 പ്രാവശ്യം ഒന്ന് തടവി. വീണ്ടും പ്രവാചകൻ ആ കൈ കൊണ്ടുവന്ന് നെഞ്ചിലേക്ക് വെച്ചു. നെഞ്ചിൽ കൊണ്ടുവന്ന് താഴേക്ക് പ്രവാചകർ 2 പ്രാവശ്യം ഒന്ന് തടവി. അബൂ മഹദൂറ പറയുകയാണ് മാഷാ അല്ലാഹ് ഫംതലഅ ഖൽബി ഈമാനൻ വഹിക്മതാ. എന്റെ ഹൃദയം വിശ്വാസത്താൽ പരിപൂർണമായി നിറയുകയാണ്. അതുവരെ എന്റെ ഹൃദയത്തിൽ ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി മുഹമ്മദായിരുന്നു. പ്രവാചകർ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് എന്റെ മുഖത്തൊന്ന് തടവി, എന്റെ തലയിലൊന്ന് തടവി, എന്റെ നെഞ്ചിലൊന്ന് തടവി. അതോടുകൂടി എന്തെന്നില്ലാത്ത ആത്മീയ പ്രഭയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ പ്രവാചകരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രവാചകരെന്നെ തലവെട്ടുമെന്ന് കരുതിയ കൂട്ടുകാർക്ക് തെറ്റുപറ്റി. ഇസ്ലാം പ്രചരിക്കുന്നത് വാളുകൊണ്ടല്ല, ഇസ്ലാം പ്രചരിച്ചത് പരിച കൊണ്ടല്ല. പരിശുദ്ധ പ്രവാചകരുടെ മനോഹരമാക്കപ്പെട്ട സ്വഭാവം നേർക്കെതിരെ ഞാൻ അനുഭവിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ മഹദൂറ പറയുന്ന പ്രവാചകരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിന്റെ ശാതുര തീരത്തേക്ക് കടന്നു. സ്വഹാബി എന്ന മനോഹരമായ പദത്തിനുള്ളിലേക്ക് കയറിക്കൂടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നെ ചേർത്തിരുത്തിയിട്ട് ബാങ്കിന്റെ ഓരോ ലഫ്ളുകളും പഠിപ്പിച്ചു തന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വഹാബത്ത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കെ നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതാകുന്ന അറബി ലഫ്ളുകൾ, അറബി പയ്യനായതുകൊണ്ട് തന്നെ വേഗം തന്നെ ഹിഫ്ള് ചെയ്തു. ഞാൻ മനോഹരമായി നബി തങ്ങളുടെ മുന്നിൽ വെച്ചൊന്ന് ബാങ്ക് മുഴക്കി. ഇത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് നിലകൊണ്ട പ്രവാചകർ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് നമസ്കാരം കഴിഞ്ഞ് പിന്തിരിഞ്ഞ് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മക്കയിലെ മുഅദ്ദിനായി എന്നെ നിയമിക്കുമോ? യാ റസൂലല്ലാഹ്,
ഒട്ടക്കയത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര്, സഹോദര സഹോദരിമാര് പഠിച്ചു വെക്കണേ. മദീനയിലെ മുഅദ്ദിൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നെങ്കിൽ മക്കയിലെ മുഅദ്ദിന്റെ പേരൊന്ന് കാണാതെ പഠിക്കണേ. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 8-ാം വർഷം റസൂലുള്ളാഹിയുടെ ആശീർവാദത്തോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ പരിസരത്ത് വന്ന് ഉറക്കെ ബാങ്ക് മുഴക്കുകയാണ്. 16 വയസ്സുള്ള ചെറുപ്പക്കാരനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ 59-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഹിജ്റയുടെ 59-ാമത്തെ വയസ്സ് വരെ മക്കയിലെ മുഅദ്ദിനായി നിലകൊണ്ടതായ സ്വഹാബിയാണ് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. വഫാത്തിന്റെ സമയം വരെ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിനെ കിടിലം കൊള്ളിക്കുന്ന വളരെ മനോഹരമാക്കപ്പെട്ട ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ഒരു കാര്യം കൂടി പഠിച്ചു വെക്കണേ, ആ അബൂ മഹ്ദൂറയുടെ തലമുറയാണ് ഇന്നും മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് മുഴക്കുന്നതെന്നറിയണേ. ഏതാണ് ഈ തലമുറ? ഏതാണ് ഇവരുടെ വല്യപ്പ? പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും പരിശുദ്ധമാക്കപ്പെട്ട ഹിജ്റയുടെ 8-ാം വർഷം ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ജഅറാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ദുഹറിന്റെ സമയത്ത് ബാങ്ക് മുഴക്കാൻ അനുയായിയോട് പറയുമ്പോ ബാങ്കിനെ കളിയാക്കി നിസാരപ്പെടുത്തി തൊട്ടടുത്തിരുന്ന് ഓരിയിട്ടതാകുന്ന പ്രസിദ്ധനായ വ്യക്തിയാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളിൽ എണ്ണം പറഞ്ഞ ചെറുപ്പക്കാരിൽപ്പെട്ടതായ വ്യക്തിയാണ്. പക്ഷേ വല്ലാത്തൊരു അനുഗ്രഹം അല്ലാഹു കൊടുക്കുന്നു. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടൊന്ന് തടവിയപ്പോ ഹിദായത്താണ്, ഹിദായത്താണ്. ഖിസ്സത്തുൽ മുസ്തഹ്സിഇല്ലദീ ഹദല്ലാഹു എന്നാണ് ഈ ചെറുപ്പക്കാരന്റെ ചരിത്രം ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ നിന്ദിച്ച നിസാരപ്പെടുത്തിയ ആളുകൾക്കൊക്കെ വലിയ ശിക്ഷയാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ബാങ്കിനെ നിസാരപ്പെടുത്തുന്നവർ, ഇഖാമത്തിനെ നിസാരപ്പെടുത്തുന്നവർ, ആ സമയത്ത് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവന്റെ അന്ത്യം ആഖിബത്ത് വളരെ മോശമാകും. എന്നല്ല, പ്രവാചകരെ കളിയാക്കുന്നവൻ, ചിരിക്കുന്നവൻ, ഇസ്ലാമിനെ പ്രഹസനം നടത്തുന്നവർ, കളിയാക്കുന്നവർ, അവരൊക്കെ തന്നെ വലിയ അദാബിലായി തീരും. പക്ഷേ പരിഹസിച്ച വ്യക്തിക്ക് അള്ളാഹു വലിയ വിജയം കൊടുത്തു. ആർക്ക്? അബൂ മഹ്ദൂറയുടെ ചരിത്രം അതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. എന്തുകൊണ്ട്? പ്രവാചകർ, ആ മനുഷ്യന്റെ നല്ല വോയിസ്, നല്ല ശബ്ദമാണ് കേട്ടോ, നല്ല ഒച്ച. മൈക്കൊന്നും ഇല്ലാത്ത കാലഘട്ടമല്ലേ, ഏറ്റവും നല്ല ഉയരത്തിൽ നല്ല ശബ്ദത്തിൽ വിളിക്കാൻ ഇവനെ കൊണ്ട് പറ്റും. മാഷാ അല്ലാഹ്, ഇങ്ങ് വരാൻ പറഞ്ഞു. അവനെ വിളിച്ചിരുത്തിയിട്ട് അവന്റെ ശരീരത്തിലൊന്ന് സ്പർശിച്ചു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയിലൊന്ന് തടവി. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വന്ന് ഇരുന്നാല്, മുടി അല്പം നീളമുള്ള വ്യക്തിയാണ്, മുടി വന്ന് നിലത്ത് മുട്ടും. ഇരുന്നാല്, എഴുന്നേറ്റ് നിന്നാലോ നെഞ്ച് വരെ മുടി കടക്കും. സ്വഹാബിയ. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, അബൂ മഹ്ദൂറ നിനക്കതൊന്നും വടിച്ചുകൂടെ, മുടിയൊന്നും വടിച്ചുകൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, വല്ലാഹി ലാ അഹ്ലികു ഹാദ ശഅറ, ഈ മുടി ഞാൻ വടിക്കില്ല. എന്താ കാരണം എന്നറിയോ? ശഅറുൻ മസഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് പ്രവാചകർ തടവിയ മുടിയാട്. വദഅബിൽ ബറക, നബിതങ്ങൾ ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വടിക്കില്ല, വല്ലാതെ നീളുമ്പോൾ ഞാൻ വെട്ടി നിർത്തും, അതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മഹാനാകുന്ന അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ചരിത്രമാണ്. ശരിക്കും മനസ്സിലായിക്കോ നിങ്ങൾ, അവരെത്ര സ്നേഹിച്ചിരുന്നു പ്രവാചകരെ. ആ പ്രവാചകരുടെ സ്വഭാവം നിങ്ങൾ നോക്ക്. എന്നാ ബാങ്ക് വിളിച്ചാലേ, യുദ്ധം കഴിഞ്ഞിട്ട് വരെയല്ലേ ബാങ്ക് വിളിക്കുമ്പോൾ കളിയാക്കുന്ന, അവനെ വിളിച്ച് അവന്റെ തല വെട്ടിക്കട, ഇതാണോ ദീൻ? പ്രവാചകർ അങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് ഹിദായത്ത് കൊടുക്കാണ് ദീനിൽ ഏറ്റവും വലിയ സ്ഥാനം. ആ സെക്കൻഡിൽ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയെ തൊട്ടടുത്ത വഖത്ത് മുതൽ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് മുസ്ലിമീങ്ങൾ ഏറ്റവും ആരാധ്യമായി കാണുന്ന ലോകത്തെ ആദ്യത്തേതാകുന്ന പള്ളി, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ഗേഹം, ആ പള്ളിയുടെ പരിസരത്ത് ബാങ്ക് മുഴക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നിയമിക്കാൻ. വഫാത്ത് വരെ അദ്ദേഹമാണ് ബാങ്ക് കൊടുത്തത്. ഹിജ്റയുടെ 8-ാം വർഷം തുടങ്ങിയ ബാങ്ക് മുഴക്കൽ ഹിജ്റയുടെ 59-ൽ അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ അദ്ദേഹമാണ് ബാങ്ക് മുഴക്കിയത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബിയുടെ ഒരു കയ്യുടെ ബറക്കത്താണ് ഈ പറയുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ബക്കത്തൊന്നും ഉണ്ടോന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സ്വതക്ക, അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ. ക്ഷീണമുണ്ടോ? ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഒരു ബിരിയാണിയൊക്കെ അടിച്ച് അല്ലേ?
ഒരു ക്ഷീണം ഉണ്ടാവും. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. കല്യാണം ഇല്ലായിരുന്നു? ആണോ? അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. 12 മണി വരെ ഇരിക്കാൻ തയ്യാറാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊണ്ടുവന്നോളി, ആ ബക്കറ്റ് ഒന്നും ഉണ്ടോ? ബിസ്മില്ലാ. ഒരു സദക്ക എല്ലാവരും. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. جود من جاد الوجود وجوده جاد الجوى جمعا وفرقا بعد جمع الجمع لرجال جال لا إله إلا الله. അല്ലാഹു ഞങ്ങളുടെ സദഖ നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, നീ പരിപൂർണമായി പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. വീടില്ലാത്തവരുടെ ഖൈറായ വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുടെ ഖൈറായ ജോലി നസീബാക്കണേ അല്ലാ. ഉള്ള ജോലികൾ ബറക്കത്തും സന്തോഷവും നിലനിർത്തണേ അല്ലാ. പ്രവാസികളായ ധാരാളം സഹോദരങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, വലിയ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നതായ നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, സമൂഹമുണ്ട്, ഇതര സമുദായമുണ്ട്. എല്ലാവർക്കും സർവ്വവിധ നന്മകളും നീ ചൊരിയണേ അല്ലാ. സന്തോഷകരമാകുന്ന ജീവിതം ഞങ്ങൾക്ക് നീ സംജാതമാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ, എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല നിയ്യത്തിൽ കൊടുക്കാൻ സ്ത്രീകളുടെ ഭാഗത്തും പോണം കേട്ടോ. അവിടെ ഇൻഷാ അല്ലാഹ് കുട്ടികളെ വിടും. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ, എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മേവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ മാത്രം ചർച്ച ചെയ്താൽ തന്നെ ദിവസങ്ങൾ വേണ്ടി വരും. ആ കൈ കൊണ്ട് കിട്ടിയ ബറക്കത്ത് ചില്ലറയല്ല. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബഅ يليه ماء زمزم فالكوثر فمصر نيل ثم باق الأنهر. ഹിജറയുടെ 6-ാം വർഷം പരിശുദ്ധ പ്രവാചകരും സ്വഹാബത്തും പുണ്യമാക്കപ്പെട്ട മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലെ ദുൽഹുലൈഫ മീഖാത്തിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് വരുകയാണ്. ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് തടയപ്പെടുന്നു. നമുക്കൊക്കെ അറിയാം ഹുദൈബിയ സന്ധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു. മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്നുകൊണ്ട് തടയാണ്. അങ്ങോട്ട് വിടൂല. 20 കിലോമീറ്റർ ഇനി മക്കയിലേക്കുള്ളൂ. എത്രയുള്ളൂ? 20 കിലോമീറ്റർ. 450 കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് മദീനയ്ക്കുള്ളതാകുന്ന ദൂരം. 450 കിലോമീറ്ററിൽ 430 കഴിഞ്ഞു എന്നർത്ഥം നമ്മുടെ ഭാഷയിൽ. ഇനി 20 കിലോമീറ്റർ ഉള്ളൂ, വളരെ അടുത്തെത്തി. അപ്പൊ പറയാണ് ഉംറയ്ക്ക് വിടൂല, സമ്മതിക്കൂല, മുശ്രിക്കീങ്ങളെ തടയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സർവ്വതും വെടിഞ്ഞ് ഹിജറ പോയി 6 വർഷത്തിന് ശേഷമുള്ള വരവാൻ. ഒന്ന് ഉംറ ചെയ്തിട്ട് തിരിച്ചു പോകും, മക്കയിൽ താമസാക്കാനല്ല. ഉംറാത്ത് പറഞ്ഞാൽ എന്താ? ഇഹ്റാം ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി 2-3 കാര്യങ്ങളേ ഉള്ളൂ. പരിശുദ്ധമായ കഅബയൊന്ന് 7 പ്രാവശ്യം വലയം ചെയ്യണം, തവാഫ് ചെയ്യണം. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സംസം വെള്ളം അല്പം കുടിക്കുക. നേരെ പോയിട്ട് എന്ത് ചെയ്യുക? സഫാ മർവയ്ക്കിടയിൽ സഅയ് ചെയ്യുക. പിന്നെ മുടിയും മുറിച്ച് അറവ് നടത്തിയിട്ട് തിരിച്ചു പോകുക. കഴിഞ്ഞു പരിപാടി. അതിനുള്ള ആട് മാട് ഒട്ടമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ആട് ഒട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാമായിട്ട് മരുഭൂമിയിലൂടെ, ഡെസേർട്ടിലൂടെ വലിയ ത്യാഗം സഹിച്ച് ദിവസങ്ങളെ താണ്ടിക്കൊണ്ട് മക്കയിലേക്ക് ലക്ഷ്യമാക്കി വന്ന് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് തടയുന്നു. 20 കിലോമീറ്ററേ ഉള്ളൂ, വിടൂല.
കൊണ്ടുവന്ന വെള്ളവും എല്ലാം കഴിഞ്ഞു. മക്ക വരെ എത്താനുള്ളതൊക്കെ സജ്ജീകരിച്ച് കൊണ്ടുവന്നതാണ്. ഒരു യാത്രയാകുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ സ്വഹാബത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, കയ്യിൽ ആരുടെ കൈയും വെള്ളമില്ല, 10,500 പേരുണ്ട്, കുളിക്കാനും നനയ്ക്കാനും വുളൂ ചെയ്യാനും കുടിക്കാൻ പോലും വെള്ളമില്ല, വലിയ പ്രയാസത്തിലാണ്, എന്ത് ചെയ്യും? നബി തങ്ങൾ ചോദിച്ചു, ഒരല്പം പോലും വെള്ളമില്ലേ? ഉണ്ട്. ഒരു സ്വഹാബി ഒരു തോൽപാത്രത്തിൽ ഒരല്പം വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. നബി, ഇത് മാത്രമേ, വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഇനിമേ ഒക്കെയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅദ്ഖല യദഹുൽ യുംന, വലത് കൈ പ്രവാചകർ പ്രവേശിപ്പിക്കുകയാണ്. ആ തോൽപാത്രത്തിനുള്ളിലേക്ക് പ്രവാചകൻ ഇടുകയാണ്. അൽഹംദുലില്ലാഹ്, ഇത് പറയാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളില്ല, ഇതെഴുതാത്ത മഹത്തുക്കളില്ല, മഹാന്മാരില്ല. ഹുദൈബിയ കാണുന്ന ഏറ്റവും വലിയ മനോഹരമായ കാഴ്ചയാണ്. പരിശുദ്ധ പ്രവാചകരുടെ വലത് കൈയിൽ നിന്ന്, ശറഫാക്കപ്പെട്ടതാകുന്ന വലത് കരത്തിൽ നിന്ന് മുസബ്ബിഹ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം പ്രവഹിക്കുകയാണ്. മാഷാ അല്ലാഹ്, അവിടെ ഒരുമിച്ച് കൂടിയ സർവർക്കും കുടിക്കാനും അംഗസ്നാനം ചെയ്യാനും വുളൂ ചെയ്യാനുമുള്ള യഥേഷ്ടം വെള്ളമായി അത് മാറുകയാണ്. എല്ലാവരും ഉപയോഗിച്ചു. നബി തങ്ങൾ അവസാനം ചോദിച്ചു, എല്ലാവർക്കും ആവശ്യം പോലെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ കൈവരിച്ചു. വെള്ളം പിന്നീട് വന്നിട്ടേ ഇല്ല. ഉലമാക്കൾ ഐക്യത്തോടുകൂടി പറയുന്നു, അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബാ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അന്ന് പ്രവാചകരുടെ കയ്യിൽ നിന്ന് ഹുദൈബിയ സന്ധിയിൽ വെള്ളമില്ലാതെ സ്വഹാബത്ത് വിഷമിച്ചപ്പോ നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സങ്കടം പറഞ്ഞ സമയത്ത് പ്രവാചകർ വലത് കൈ തോൽപാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് പുറപ്പെടുവിച്ച വെള്ളമില്ലയോ, നബി തങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് നിർഗളിച്ചതായ വെള്ളമില്ലയോ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമുള്ള വെള്ളം അതാണ്. അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വെള്ളം മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് അവിടെ കൂടിയ മുഴുവൻ സഹാബത്തും ഉപയോഗിച്ചു എന്ന് സഹീഹുൽ ബുഖാരി. ഒരൊറ്റ സഹാബിക്കും കിട്ടാതില്ല. അതന്നാ വെള്ളം അവിടെ കൊണ്ട് തീർന്നു. ശരിക്കും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് കൈയുടെ പവറാണ് ഈ പറഞ്ഞത്. വലത്തെ കൈയുടെ ശറഫാക്കപ്പെട്ട കൈയുടെ പവർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. يليه ماء زمزم فالكوثر فمصر نيل ثم باقي الأنهر. പിന്നെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഇന്ന് നമ്മുടെ കൈവശം കിട്ടുന്ന സംസം വെള്ളമാണ്. അപ്പൊ എല്ലാവരുടെയും വീടുകളുണ്ടാവും. 1/2 ലിറ്റർ, 3/4 ലിറ്റർ, 5 ലിറ്റർ ഒക്കെ ഉണ്ടാവും. സ്വന്തമായി കുടിക്കത്തുമില്ല, ഒരു മനുഷ്യന് കൊടുക്കത്തുമില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കാൻ. ആണോ അല്ലയോ? ആകെ 5 ലിറ്റർ അവസ്ഥ അവിടുന്ന് കിട്ടുന്ന ആയിക്കോട്ടെ, എന്നാലും വീട്ടിലെത്തിയിട്ട് സുഖമില്ലാതെ കിടക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും പോലും ഒരു ഗ്ലാസ് തികച്ചു കൊടുക്കൂല. അപ്പോഴും മക്കത്തൊന്നും കൊണ്ടൊന്നുമില്ല, ചെറിയ ഗ്ലാസ് ഉണ്ട്, കാവയുടെ ഗ്ലാസ്, അതുമായിട്ട് വന്നിരിക്കും. എന്നിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. സുഖമില്ലാത്ത വാപ്പാക്കും ഉമ്മാക്കും ഒരു ഗ്ലാസ് കൊടുത്തിരുന്നേ അവരെന്നെ എഴുന്നേറ്റ് നിന്നേനെ. ഇത് അവർക്ക് ഇത് കൊടുക്കാതെ അവസാനം ഇതെന്ത് ചെയ്യാണ്? ചെറിയ കുപ്പിക്കകത്താക്കി കൊണ്ടുവന്നിട്ട് പഞ്ഞിക്കകത്ത് മുക്കി ചുണ്ടിൽ കൊണ്ടുവന്ന് വരച്ചു കൊടുക്കുക. ഒരു സുഖമില്ലാതെ നടക്കും. എന്നിട്ട് ചോദിക്കണം, ഉമ്മ കോട്ടയത്ത് ലുലുമാള് തുറന്നിട്ടുണ്ട്, പോകണ്ടേ? എത്ര ദിവസമായി? 1 വർഷം കഴിഞ്ഞ് ലുലു വന്നിട്ട്, പോകണ്ടേ? സുഖമില്ലാതെ കിടക്കാൻ. 950 എത്തി ഷുഗർ, ഇപ്പൊ തീരും പാപ്പ. അപ്പൊ പറയാണ്, അലുവ വേണോ? നല്ല കോഴിക്കോടൻ അലുവ. അവന് സ്നേഹം കാണിക്കണം. ആ സമയത്താ ചോദിക്കാൻ. യഥാർത്ഥത്തിൽ ഈ വാപ്പയും ഉമ്മയും മനോഹരമായ ജീവിതം നയിച്ചേനെ, നല്ല ആരോഗ്യത്തോടു കൂടി ഇവർക്ക് നിയ്യത്ത് വെച്ചൊന്ന് കുടിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു ഗ്ലാസ് വൃത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സംസം വെള്ളമൊന്നും വെറുതെ വെക്കണ്ട സഹോദരങ്ങൾ, അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. എന്ത് കാര്യങ്ങൾ നടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സംസം വെള്ളം എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും അത് ഹാസിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതേതെങ്കിലും അഹ്ലുസുന്നയുടേതാകുന്ന ഉലമാക്കൾ പറഞ്ഞ വാക്കായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ വചനമാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും അത് രോഗശമനമൊന്നുമില്ല.
മക്കൾക്ക് നല്ല ഓർമ്മശക്തി വേണം, ചിന്താശക്തി വേണം, ബുദ്ധിശക്തി വേണം. നമുക്ക് നല്ല ആത്മീയമായ ഉണർവ് വേണം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടണം, മനസ്സമാധാനം കിട്ടണം. എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചോ. നബി തങ്ങൾ അത് കയ്യിലെടുത്ത് വെച്ച് നിയ്യത്ത് വെച്ചത് എന്തെന്നറിയുമോ? ഹദീസിലുണ്ട്, അല്ലാഹു എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് നിയ്യത്ത് വെച്ചു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകർ തന്നെ അങ്ങനെ ചെയ്ത് കാണിച്ചെങ്കിൽ പാപമങ്കുലമാകുന്ന കരങ്ങളുമായി നിലകൊള്ളുന്ന നമ്മൾ എത്ര നിയ്യത്ത് വെക്കണം സഹോദരങ്ങളെ. എന്ത് നിയ്യത്ത് വെച്ചാലും ഹാസിലാകും. രണ്ടാം സ്ഥാനം അതാണ്. കാരണം എന്താ? മഹാനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദം അവിടം കൊണ്ട് അനുഗ്രഹിച്ചതാകുന്ന വെള്ളമാണ് പുണ്യമാക്കപ്പെട്ടതായ സംസം. പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും മകനെയും ഉപേക്ഷിച്ചിട്ട് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി. അറാക്കിനാൽ ഒരു ചെറിയ കൂര നിർമ്മിച്ചു എന്ന് പ്രബലമായ അഭിപ്രായം പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത്. അതാണല്ലോ റബ്ബി ഇന്നി അസ്കന്തു, അള്ളാഹു എന്റെ ഭാര്യയും മകനെയും ഞാനിതാ താമസിപ്പിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞതിന്റെ സാരം അതാണ്. മസ്കൻ, സക്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിക്കാനാണ്. ചെറിയ അറാക്കിനാൽ ഒരു കൂര നിർമ്മിച്ചു, താമസിപ്പിച്ചിട്ട് പോയി. അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഭാഗം കഅബയുടെ പരിസരത്ത്. വെള്ളമില്ലാതെ വിഷമിച്ചു. ഹജറ ബീവി റളിയല്ലാഹു അൻഹ അല്പമുള്ളതാകുന്ന വെള്ളവും കാരയ്ക്കൊക്കെ തീർന്നു. 2-3 ദിവസം കൊണ്ടൊക്കെ തീർന്നു. കുട്ടി ഒരു ഭാഗത്ത് കിടത്തിയിട്ട് ചുറ്റും കിടന്ന് ഓടുന്നു. സഫ മർവ 2 കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം. ഓരോ മലകളിൽ കയറി നോക്കുന്നു, ദൂരത്തേക്ക് ആരെങ്കിലും കച്ചവട സംഘം വരുന്നുണ്ടോ. ഈ സമയത്ത് കുട്ടി കിടക്കുന്ന സ്ഥലത്ത് കാലിട്ടടിച്ച് വിഷമിച്ച് കാലിട്ടടിച്ച് ആ സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചത് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിട്ട് കുഴിച്ച സ്ഥലത്താണ് വന്നത്. ഏതു ആയിക്കോട്ടെ, പുണ്യജലം ഇന്നും നിലനിൽക്കുന്നു. ലോകത്ത് ഇന്ന് വരെ തത്തുല്യമായി മറ്റൊരു വെള്ളം ഒരാൾക്ക് കാണാൻ പറ്റില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ഫീച്ചർ. വലിയ വില കുടിപ്പുള്ളതാകുന്ന വെള്ളമാണ്, 1 ലിറ്ററിന് വലിയ വിലയുള്ളതാകുന്ന വെള്ളം. പക്ഷെ അതിനേക്കാളൊക്കെ വളരെയേറെതാകുന്ന സമ്പൽ സമൃദ്ധിയുള്ള വളരെ ഉന്നതമായ ഉദാത്തമാകുന്ന എല്ലാ കാര്യങ്ങളും കലോറികളും ഉൾക്കൊള്ളുന്ന വെള്ളം ഏത് ലാബിൽ കൊണ്ട് പരിശോധിച്ചാലും എത്ര കൊല്ലം കഴിഞ്ഞാലും ആർക്കും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു വെള്ളം സംസം മാത്രമാണ്. വല്ലാത്തൊരു മഹത്വമാണത്. മറ്റേതെങ്കിലും മതത്തിന്റെ ആയിരുന്നെങ്കിൽ ഇത് അന്നും ഇന്നും എന്നും ചർച്ച ചെയ്തേനെ. ഈ ഉമ്മത്തതൊക്കെ വിസ്മരിക്കാൻ, നിസ്സാരവൽക്കരിച്ചു കളഞ്ഞു. ഒരാൾക്ക് ഈമാൻ പുൽകാൻ ഇതിനേക്കാൾ വലിയ മറ്റൊരു ചരിത്രം തന്നെ ഇല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം സഹോദരങ്ങളെ, ഈ വെള്ളം ഇന്നും 10 കണക്കിന് ലിറ്ററുകൾ ഇപ്പോഴും മോട്ടോർ മുഖേന അടിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം നിലയ്ക്കാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ എവിടെ എവിടെ? മരുഭൂമിയിൽ. മനസ്സിലാക്കണം, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാത്ത സ്ഥലത്താണ് ഇത്രയേറെ മനോഹരമായ വെള്ളം, ഒരു കലർപ്പില്ലാത്ത വെള്ളം ഇന്നും കിട്ടുന്നത്. 2ാം സ്ഥാനം അതിനാണ്. 3ാം സ്ഥാനം പണ്ഡിതന്മാർ പറയുന്നു ഫൽ കൗസറു, ഹൗലുൽ കൗസറിന് 3ാം സ്ഥാനം. എന്റെ വാക്കല്ല, ആലിമീങ്ങളുടെ വാക്കാണ്. എന്താ അങ്ങനെ? ഹൗദുൽ കൗസർ സ്വർഗത്തിലെ വെള്ളമല്ലേ, അത് 3ാം സ്ഥാനമായതെന്താ? ഹൗദുൽ കൗസർ നബിക്ക് നൽകപ്പെടുന്ന വെള്ളമാണ്, നബിയിൽ നിന്ന് പ്രവഹിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെടുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ 3ാം സ്ഥാനമാക്കി. മറ്റേത് നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ചത്, 2ാമത്തത് പ്രവാചകന്റെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചത്. 3ാം സ്ഥാനം അള്ളാഹു നബിക്ക് നാളെ സ്വർഗത്തിൽ നൽകുന്ന വെള്ളം. പക്ഷെ ആ വെള്ളത്തിന് മറ്റു പല പ്രത്യേകതകളുണ്ട്. അഹ്ലാമിനൽ അസൽ, തേനിനേക്കാൾ മധുരമാണ്. വഅബിയദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ വെണ്മയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രല്ല, ആ വെള്ളം ഒരു കവിളിത്തടം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല എന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ശ്രേഷ്ഠതയിൽ 3ാം സ്ഥാനം. പിന്നെ 4ാം സ്ഥാനം ഏതാ? നൈൽ നദിയിലെ വെള്ളം. മൂസാ നബി അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കി ഉമ്മ ഒഴുക്കിയ, ഒരുപാട് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകുന്ന ശ്രേഷ്ഠമായ ഈജിപ്തിലെ നൈൽ നദി 4ാം സ്ഥാനമാണ്. വെള്ളങ്ങളിൽ ശ്രേഷ്ഠമായത് ഈ പറഞ്ഞ വെള്ളം. 1ാം സ്ഥാനം അപ്പോഴും ഇന്നും എന്നും ഏത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത് കൈയിൽ നിന്ന് പ്രവഹിച്ചത് എന്ന് ഹിജറയുടെ 6ാം വർഷം ഹുദൈബിയ സന്ധിയുടെ ഘട്ടത്തിൽ വെള്ളമില്ലാതിരുന്ന സഹാബത്തിന് അന്ന് നബിയുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച വെള്ളമാണ് 1ാം സ്ഥാനം. പണ്ഡിതന്മാർ പറയുന്നു പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും സമമാണ്. ഇതിപ്പോ എവിടുന്ന മുസ്ലിംർക്ക് ഈ ബൈത്ത് കിട്ടിയത്? എവിടുന്നെങ്കിലും വരച്ചുകൊണ്ട് വന്നതാണോ എന്ന് പറയണ്ട. ഇത് മഹാനാകുന്ന മഹല്ലി ഇമാം റളിയല്ലാഹു അൻഹു
കൻസുർ റാഗബീൻ എന്നതാകുന്ന മഹല്ലി എന്നറിയപ്പെടുന്ന ഗ്രന്ഥമുണ്ട് കർമ്മശാസ്ത്രത്തിൽ. കൻസുർ റാഗബീൻ എന്നാണ് അതിന്റെ ഒറിജിനൽ നെയിം. മഹല്ലി എന്ന് വിളിക്കുമെങ്കിലും അതിന്റെ 1-ാം വാല്യം 18-ാമത്തെ പേജിൽ കല്ലൂബി എന്ന് പറയുന്നതിന്റെ ഷറഹിൽ കിടക്കുന്ന ബൈത്താണ് ഞാൻ ഈ പറഞ്ഞ ബൈത്ത്. ഏത്? അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫമിസ്റ നൈലിൻ ثم باقي الانهر. പറഞ്ഞാല് ഞാൻ വെറുതെ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറയല്ല എന്നർത്ഥം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മനസ്സിലായിക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച വെള്ളം വളരെ മഹത്വമായ വെള്ളമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ പ്രവാചകരോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് നീ ഇരട്ടിപ്പിക്കട്ടെ അല്ലാ. ആ പ്രവാചകരോടുള്ള സ്നേഹവും അനുകമ്പയും അനുരാഗവും ഞങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കണേ അല്ലാ. ഈ പ്രവാചകരെ 1500 വർഷമായി ഉദയം ചെയ്തു. ആ പ്രവാചകരുടെ പ്രകാശം ഇന്നും ലോകത്ത് സ്മരിക്കുന്നു അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? ത്യാഗോജ്ജലമായ ജീവിതമായിരുന്നു. എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്തുകളിൽ കർമ്മോത്സുകതയോടുകൂടി നിലകൊണ്ട വ്യക്തിയാണ് മുഹമ്മദുർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പ്രയാസം ഉണ്ടായാലും നബി തങ്ങൾ പോവുക അള്ളാഹുവിലേക്ക്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസമഹു അംറുൻ ഫസിഅ ഇലൽ മുസല്ലാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ എന്തെല്ലാം വിഷമം നേരിട്ടാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും അല്ലാഹുവിന്റെ റസൂൽ വേഗം മുസല്ല വിരിക്കുകയാണ്, നിസ്കരിക്കാൻ പോവുകയാണ്. വസല്ലാ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകരെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരുകയാണ്. എന്ത് വിഷമമുണ്ടായാലും നബി തങ്ങൾ പള്ളിയിലേക്ക് പോകുമത്രേ, നിസ്കരിക്കുകയാണ്. വിഷമവും പ്രയാസവും ഉണ്ടായാൽ ഇബാദത്തിൽ കോട്ടം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ 1500 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നബിയെ സ്മരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഈ പ്രകാശം ഉദയം ചെയ്ത് 1500 വർഷമല്ല കേട്ടോ, അതിനു മുമ്പുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, കം ഉംറുക യാ ജിബ്രീൽ, ജിബ്രീലേ നിന്റെ വയസ്സ് എത്രയാണ്? നിന്റെ വയസ്സൊന്ന് പറയോ? എത്രയാണ് ജിബ്രീലിന്റെ വയസ്സ്? ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, നബി അല്ലാഹ് യാ റസൂലല്ലാഹ്, എന്റെ വയസ്സ് എനിക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നില്ല റസൂലേ. പക്ഷേ ഒരു കാര്യം തങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാം, എന്നെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം 70,000 വർഷങ്ങൾ കൂടുമ്പോ ആകാശസീമയിൽ ഒരു മനോഹരമായ നക്ഷത്രത്തെ ഞാൻ കാണാറുണ്ട്. 72,000 പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയി എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? എത്ര വയസ്സാന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മറുപടിയാണ്, എത്ര വയസ്സാന്ന് ക്ലിപ്തപ്പെടുത്തി തരാൻ പറ്റൂല എന്റെ വയസ്സ്. പക്ഷെ ഒരു കാര്യം പറയാം, എന്നെ സൃഷ്ടിച്ചതിന് ശേഷം 70,000 വർഷം കൂടുമ്പോ ആകാശസീമയിൽ മനോഹരമാക്കപ്പെട്ടതാകുന്ന ഒരു നക്ഷത്രം ഉദയം ചെയ്യാറുണ്ട്. ഒരു കൗകബ്, ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ 72,000 പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മഹാനാകുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 70,000 വർഷത്തിൽ മാത്രം ഉദിക്കുന്നതാകുന്ന നക്ഷത്രത്തെ എത്ര പ്രാവശ്യം കണ്ടു? 72,000 പ്രാവശ്യം. അപ്പൊ എത്രയാ വയസ്സ്? ഏം കൂട്ടിക്ക് അബാക്കസി ചേരി അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കൂട്ടിക്കൊണ്ട് പറയണം, കൈയുടെ വിരലൊടിയുന്നല്ല ചിലപ്പോ കൂട്ടാൻ പറ്റിക്കൊണ്ടൊന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മനസ്സിലായ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വയസ്സാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വചനമാണ്, നബിയേ നബിയേ എന്റെ വയസ്സ് എനിക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നില്ല റസൂലേ. പക്ഷെ ഒരു കാര്യം തങ്ങളോട് ഞാൻ തുറന്നു പറയാം ഹബീബേ,
ആകാശസീമയിൽ എന്നെ സൃഷ്ടിച്ചതിന് ശേഷം 70,000 കൊല്ലത്തിലൊരിക്കൽ മനോഹരമാകുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്റെ കണ്ണുകൊണ്ട് 72,000 പ്രാവശ്യം ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ, അനദാകൽ കൗകബു യാ ജിബ്രീൽ, 70,000 കൊല്ലത്തിലൊരിക്കൽ നിങ്ങൾ കാണുന്നതായ മനോഹരമായ ആ നക്ഷത്രമില്ലേ, നിങ്ങൾ 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ മനോഹരമാകുന്ന നക്ഷത്രമാണ് ഞാൻ, ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ പ്രകാശമാണ് ഞാൻ, മുഹമ്മദ് റസൂലുള്ളാഹി. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ ആ പ്രവാചകരെ വർണ്ണിക്കുകയാണ്. വന്നജ്മി, നക്ഷത്രത്തെ തന്നെയാണ് സത്യം. ഏതാണ് ഈ നക്ഷത്രം? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടു തീർത്തതായ 72,000 പ്രാവശ്യം കണ്ടു തീർത്ത മനോഹരമാക്കപ്പെട്ട നക്ഷത്രമാകുന്ന ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. ആ പ്രവാചകർ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഞാൻ എന്നെ പറഞ്ഞത് 1500 വർഷമായി നമ്മൾ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു, അല്ലെ? 1500ാമത്തെ ജന്മദിനാണ്. എന്നാ ഈ പ്രകാശം ഉദയം ചെയ്തിട്ട് 1500 കൊല്ലം മുമ്പല്ല, അതിന് മുമ്പേ ഉണ്ടെന്ന് അർത്ഥം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. ഇത് എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം, കിതാബിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം നഖലില്ലാതെ വെറുതെ പറയുന്ന പരിപാടിയില്ല. അള്ളാഹുവിന് ആഫിയ ഇൽമ നൽകുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നും ലോകം സ്മരിക്കുന്നു. എത്ര ത്യാഗപൂർണമായ ജീവിതം നയിച്ച വ്യക്തിയാണ്. വളരെ ത്യാഗം സഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ലോകമെന്നും സ്മരിക്കുമേ സ്മരിക്കുമേ. ചരിത്രമാണ്, ചരിത്രമാണ്. 4000 വർഷങ്ങൾക്ക് ജീവിച്ച് മരണപ്പെട്ടു പോയ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇന്നും ലോകം സ്മരിക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ? ആ പ്രവാചകന്റെ പേരിൽ ഇന്നും ബലിദിനം നേരുന്നില്ലയോ? ആഘോഷ പൊലിമയിൽ നിലകൊള്ളുന്ന വിശ്വാസികളില്ലയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതായ നമുക്ക് പോലും അള്ളാഹു നൽകിയിട്ടുള്ള ആഘോഷങ്ങളിൽ ബലി പെരുന്നാളിന്റെ സുദിനം ചെന്ന് നിൽക്കുന്നത് ആ ഇബ്രാഹിം നബിയുടെ ത്യാഗോചരമായ സ്മരണയല്ലേ, സ്മരണയല്ലേ? എന്റെ കാരണം പരിപൂർണമായ ഈമാനാണ്, തഖ്വയാണ്. പരിപൂർണമായ ഈമാൻ, പരിപൂർണമായ തഖ്വ. അല്ലാഹു എന്ത് കൽപ്പിച്ചോ അത് പരിപൂർണമായി ചെയ്തു. إذا قال له ربه أسلم قال أسلمت لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലയോ, അല്ലയോ ഇബ്രാഹിമേ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. പറന്ന് തീരണ്ട താമസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ അല്ലാഹുവിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. അല്ല എന്ത് പറഞ്ഞോ അതേ വാക്കുപയോഗിച്ച് തിരിച്ചു മറുപടി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു പറഞ്ഞു, മകനെ കൊണ്ടുപോയി കഅബയുടെ പരിസരത്ത് ഉപേക്ഷിക്ക്, ഭാര്യയെ കൊണ്ട് ഉപേക്ഷിക്ക്. സമ്മതിച്ചു, കൊണ്ട് ഉപേക്ഷിക്കുന്നു. ഇന്ന് കാണുന്ന കഅബയല്ല പരിസരം, അറിയാമല്ലോ. ഈമാനാണത്. അല്ല പറയുന്നു, ഇബ്രാഹിമേ,
നീ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ ബലി കഴിപ്പിക്ക് എന്റെ സംതൃപ്തി കിട്ടാൻ. മകനെ വിളിച്ചോണ്ട് പോകുന്നു മിനയുടെ താഴ്വാരത്തേക്ക്. അള്ള പറഞ്ഞതാണ്, തങ്കക്കനിയാണ്, വാർദ്ധക്യ സമയത്ത് കിട്ടിയതാണ്, ഒന്നും നോക്കുന്നില്ല. അള്ള പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു, ചെയ്യുന്നു. ആ ഈമാൻ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പോലും ആ സമയത്ത് പ്രയാസപ്പെട്ടു എന്നാണ്. അവർ പോലും അത്ഭുതം കൂറി. എന്തൊരു മനുഷ്യനാണിത്! പ്രായാധിക്യ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ കൊടുത്ത്, ആ മകനിലൂടെ സമാധാനം കൊടുത്ത് സാന്ത്വനപൂർണമാകുന്ന ജീവിതം നയിച്ചു മുന്നേറവേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മകനെയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്നു. ഈ മനുഷ്യനെ കണ്ട് എങ്ങനെയാണ് അംഗീകരിക്കാതിരിക്കുക? ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചാൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് പറഞ്ഞതാകുന്ന മലായിക്കത്തുകൾക്ക് തെറ്റുപറ്റി. ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു അത്ഭുതം കൂറിപ്പോയി. അല്ലാഹു, ഇതെന്ത് മനുഷ്യനാണിത്! സ്വന്തം മകനെ ബലി കഴിപ്പിക്കാൻ തയ്യാറാകുന്നു. അതും പ്രായാധിക സമയത്ത് കിട്ടിയതാകുന്ന തങ്കക്കനിയാകുന്ന പ്രിയപ്പെട്ട മകൻ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പരീക്ഷണങ്ങൾ മുഴുവൻ കൊടുത്തിട്ടും അടിപതറാതെ ഈമാനിൽ അടിയുറച്ച് നിന്നു. അതുകൊണ്ട് തന്നെ വിജയിച്ചു. وَإِذَا ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയപ്പോ അതൊക്കെ പരിപൂർണമായി ജയിച്ചടക്കുകയാണ്, പൂർണ്ണമായി വിജയിക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം. അതുകൊണ്ടെന്താ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ മനുഷ്യനെ ഇന്ന് മുത്തുനബിയുടെ ഉമ്മത്താകുന്ന നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം ബലിപെരുന്നാളല്ലേ, ആഘോഷത്തിന് ആരെ ഓർക്കണം? സയ്യിദുനാ ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ സ്മരിക്കണം. അതാണ് ത്യാഗപൂർണമായ ജീവിതം നയിച്ച മനുഷ്യനെ എത്ര കൊല്ലം കഴിഞ്ഞാലും ആളുകൾ സ്മരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ ദീനിന് വേണ്ടി ജീവിക്കണം. 2 ദിവസം ജീവിക്കും, 2 ദിവസം വാദം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നാളെ മുതൽ ഉസ്താദെ ബിഗ് ബോസ് കഥ വിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് പോകുന്ന കോമാണെങ്കിൽ ഹല്ലി വല്ലി എല്ലാം തീർന്നു. അല്ലാഹു നമ്മളക്കാക്കുമാറാവട്ടെ. കലാ വീട്ടിൽ നിസ്കരിക്കുന്നതിന് വലിയ മടിയാണ്. പക്ഷെ കലാ വീട്ട സീരിയല് കലാ വീട്ടും ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് ഹാജിയാരി വെച്ചിരിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം അത് കലാ വീട്ടിൽ കാണാൻ. അല്ലാഹു നമ്മളക്കാക്കുമാറാവട്ടെ. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, എടാ കുറ്റ എപ്പോഴാണ് വരുന്നത്, OTT-യിൽ എപ്പോഴാണ് വരുന്നത്? ആജിയാർക്ക് അതാ ചിന്ത. ഇനി OTT വന്നിട്ട് അതിരുന്ന് റാഹത്തായിട്ട് ഇത്തിക്കാഫ് ഇരുന്ന് ഫുള്ള് കണ്ടു തീർക്കണം. വീട്ടിൽ ഇത്തിക്കാഫായി നേരം വെളുക്കുന്നവരെ ഇരുന്ന് ഫുള്ള് കണ്ടു തീർക്കുക. ഇങ്ങനത്തെ ഈമാനാണെങ്കിൽ പോയി. പരിപൂർണമായ ഈമാനിലേക്ക് നമ്മൾ വരണം. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഉറപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കണേ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, ഈമാൻ മുറുകെ പിടിക്കണേ, മുറുകെ പിടിക്കണേ. വിശ്വാസത്തിൽ കലർപ്പില്ലാതെ ആദർശത്തിൽ പരിപൂർണമായി നിൽക്കണേ. വലാ തത്തബിഊ ഖുതുവാതി ശൈത്താൻ. പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുതേ, പിൻപറ്റരുതേ. പിശാചിന്റെ പിറകെ പോയി ഈമാനിനെ നഷ്ടപ്പെടുത്തരുതേ.